ഖുറൈഷി ഇന്ത്യയിലെത്തിപ്പെട്ടത്? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഖുറൈഷിയുടെ സംഘത്തിൽപ്പെട്ട രണ്ടുപേരെ നമ്മൾ കൊന്നു. നമ്മുടെ ജീവൻ അപകടത്തിലാണ്. നോ, ഇത് ചതി. കാർലോസ്, ഒരു കാട്ടിൽ ഒരു സിംഹം, അതാണ് കാടിന്റെ നിയമം. ഒരു രാജ്യത്ത് ഒരു രാജാവ്, ഒരേ ഒരു രാജാവ്, അത് ഈ ഖുറൈഷി. ഖുറൈഷി, നിന്റെ കളി എന്നോട് വേണ്ട. ഖുറൈഷി, ഈ ചതി ഞാൻ ക്ഷമിക്കില്ല. ചതി, നെറിവുകേട്, വിശ്വാസവഞ്ചന, അത് അണ്ടർവേൾഡിന്റെ അഭിവാജ്യ ഘടകമാണ്. ഐ ആം ആൻ ഇന്റലക്ച്വൽ ജയന്റ്. ബുദ്ധിരാക്ഷസന്മാർ ബുദ്ധിയും ആയുധവും മസിൽ പവറും ഉപയോഗിച്ച് കളിക്കും. കാർലോസ്, ഇനി നീയില്ല, ഖുറൈഷി മാത്രം. ദി ഗെയിം ഈസ് ഓവർ. കാർലോസ് ഈസ് നോ മോർ. മസ്താൻ ഭായ്, താങ്കളെ വധിക്കാനായിട്ട് ഖാലിദ് ഇബ്രാഹിം പ്ലാൻ ചെയ്തു. താങ്കൾ വളരെ ശ്രദ്ധയോടെ. മസ്താനെ കോൾ ചെയ്തിട്ടുണ്ട്. ഹലോ മസ്താൻ ഭായ്, ഞാൻ ഖുറൈഷി, മുഹമ്മദ് ഖുറൈഷി. നീ ഏത് ഖുറൈഷി? നിന്നെ ചതിച്ചു എന്ന് മുദ്രകുത്തി നീ കൊന്നുതള്ളിയ യാസർ അലിയുടെ മകൻ ഖുറൈഷി. നീ യാസർ അലിയുടെ മകനാണെങ്കിൽ അറിയുക, നിന്റെ പിതാവിനെ പോലെ ഭൂലോക ഫ്രോഡിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. യാസർ അലിയോട് ക്ഷമിക്കാൻ പറ്റാതായപ്പോൾ
അവന്റെ തല പൊട്ടിച്ചു ചിന്നിച്ചു ചിതറിച്ചു കളഞ്ഞു മസ്താൻ. ഇന്ത്യ ഗവൺമെന്റ് തലയ്ക്ക് 50 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുന്നു. മോസ്റ്റ് വാണ്ടഡ് നോട്ടോറിയസ് ആൻഡ് ഡേഞ്ചറസ് ക്രിമിനൽ ഖുറേഷി. ഞാൻ മുംബൈയിലും ബീഹാറിലും ബാങ്കോക്കിലും കറാച്ചിയിലും നിന്നെ പോലെ മോസ്റ്റ് വാണ്ടഡ് നോട്ടോറിയസ് ക്രിമിനൽസിനെ കണ്ടിട്ടുണ്ട്. നിന്നെ വധിക്കുവാനുള്ള കൊട്ടേഷൻ ഖാലിദ് ഇബ്രാഹിം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മുംബൈ അണ്ടർവേൾഡ് കിങ് ആയി തന്നെ മുംബൈ തന്നെ കൊന്ന് കുഴിച്ചു മുടിഞ്ഞ്. I have no time to waste. It is only a preparation for you. Otherwise, you will be ready for a treaty. ഞങ്ങളുമായി ഒരു ഉടമ്പടിക്ക് നീ തയ്യാറാവുക. ഇന്ത്യയിലും വിദേശത്തും നീ ഖാലിദ് ഇബ്രാഹിമിന് വേണ്ടി പ്രവർത്തിക്കുക. നിന്റെ ഭീഷണി ഇന്റർനാഷണൽ അണ്ടർവേൾഡ് കിങ് ആയ മസ്താനോട് വേണ്ട. Otherwise, be ready for life. നിന്നെ മുറിവ് വെക്കുന്നത് ഖുറേഷിയാണെങ്കിൽ ഒന്നും പിഴക്കില്ല. ഒറ്റ ബുള്ളറ്റിന് പോലും. അത് നീ ഓർത്തോ. മസ്താൻ, എന്നെ പോലൊരു എതിരാളിയെ നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. ഉടനെ മുമ്പ് കണ്ട വാർത്ത കേട്ട് ലോകം ഞെട്ടിപ്പിറയ്ക്കും. ഖുറേഷിയുടെ കോഴികൾ മുമ്പ് ജനം ചോദിക്കും. എന്നെ വധിക്കുമെന്ന ഭീഷണിയുമായി ഖാലിദ് ഇബ്രാഹിം ഒരുപാട് ട്രാപ്പ് ഷൂട്ടർമാരെ തീഹാർ ജയിലിൽ നിന്നും പരോളിൽ കിട്ടിയിരുന്നു. പക്ഷെ അവർക്കാർക്കും എന്റെ ഒരു രോമത്തിൽ തുടങ്ങാൻ സാധിച്ചില്ല. പിന്നീട് നിന്നെ പോലും നിരത്തുവയ്യൽ ഗ്രാമകുലംപാതെ നീ നേർക്കുനറുക. മസ്താൻ, നിനക്കറിയില്ല, ഹിറ്റ്ലറിനേക്കാൾ അപകടകാരിയാണ് ഈ ഖുറേഷി. Now I have another mission to kill some innocent people in a tourist center. മസ്താൻ, ഉടൻ തന്നെ നമ്മൾ സർജിക്കൽ സർവീസ് കാണേണ്ടിവരും. We have to decide it. ഹലോ മസ്താൻ ഭായ്, ഞാൻ ഡഗ്ലസ് മാർട്ടിൻ. ഹലോ മസ്താൻ ഭായ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഹമ്മദും ആളുടെ കുട്ടിയും എന്റെ കസ്റ്റഡിയിലാണ്. മസ്താൻ ഭായ്, ഇവരെന്നെ ഇഞ്ചിഞ്ചായി കൊല്ലും. എന്നെ രക്ഷിക്കണം. മസ്താൻ ഭായ്, ഞങ്ങളെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഭ്രാന്തന്മാർ ഞങ്ങളെ കൊല്ലു. എടാ, നീ 50 ലക്ഷം രൂപയായിട്ട് ശവക്കോട്ടയുടെ പിന്നിലുള്ള ബിൽഡിങ്ങിലേക്ക് വന്നാൽ, തനിച്ചു വന്നാൽ ഇവരെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇവരുടെ ജഡം നീ കൊണ്ടുപോകേണ്ടി വരും. ഡഗ്ലസ് മാർട്ടിൻ, മസ്താനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ മാത്രം നീ വളർന്നു എന്ന് നീ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്കണം. തീക്കട്ടയിൽ ഒരിക്കലും ഉറുമ്പരിക്കാറില്ല. ഐ നെവർ ഫോർഗെറ്റ് ആൻ ഇൻസൾട്ട് ആൻഡ് ഐ നെവർ ഫോർഗിവ് ആൻ ഇഞ്ചറി. ഞാൻ തനിച്ച് നീ പറയുന്നിടത്ത് നീ പറയുന്ന പണവുമായി എത്താം. പക്ഷേ ഹമ്മദിനും അവന്റെ കുട്ടിക്കും ഒരു പോറിലേറ്റാൽ എല്ലാത്തിനെയും ഞാൻ ചുട്ട് ചാമ്പലാക്കും. മസ്താന്റെ ടയോട്ടല്ലോ. ആ കാറിൽ നിന്ന് ഇറങ്ങിയത് മസ്താനാണ്. ആയുധമൊന്നും ഇന്നത് മസ്താൻ ഭായ്, ഒരു വെടിക്ക് 3 വെച്ച് നീ ജീവനോട് അവിടെ പോകില്ല. നിങ്ങൾ സാവധാനം. 4 ജന പോലീസ് അധികാരികളോടും തെരുവുണ്ടകളോടും കാണിക്കുന്ന പാത്രം മസ്താനോട് വേണ്ട. ഗ്രഹണ സമയത്ത് തലമുക്കുന്ന
നിന്നെപ്പോലുള്ള ഞാഞ്ഞോളുകൾ എന്നെപ്പോലെയുള്ള രാജഗോപാലയെ വിടുമെന്ന് പറയുന്നത് വിചിത്രമായി തോന്നുന്നു. മസ്താനോട് നേർക്കുനേർ മുട്ടാൻ നീ പോരാതെ വരും. നീ ആ കഴിവേറി ഗാലിബ് ഇബ്രാഹിമുമായിട്ട് വാ. നിങ്ങൾക്ക് ഡഗ്ലസ് മാർട്ടിൻ അറിയില്ല. ഈ ഞാനാണ് അണ്ടർവേൾഡ് കിങ്. പാകിസ്ഥാനിലെ ലാഹോറിൽ ഒളിവിൽ കഴിയുകയായിരുന്ന മുസ്തഫ ഹാജിയും കൂട്ടരും ബാന്ദ്രയിലെ ദേവരാജൻ മുതലിയാരുടെ അധീനതയിലുള്ള കുടിലുകൾ അർദ്ധരാത്രിയിൽ കത്തി ചാമ്പലാക്കുമ്പോൾ ആളിപ്പടർന്ന തീയിൽ ബന്ധമർന്ന പാവങ്ങളുടെ കൂട്ടക്കാരത്തിൽ കേട്ട് ഞെട്ടിയുണർന്ന ഞാനും പാപ്പയും കുടിലിന് വെളിയിലേക്ക് ഓടുമ്പോൾ കൈകൊട്ടി ആർത്തുണ്ടെത്തിച്ചു നിൽക്കുന്ന മുസ്തഫ ഹാജിയും കൂട്ടരെയുമാണ്. നിയന്ത്രണം വിട്ട 16 വയസ്സുകാരനായ ഞാൻ കയ്യിൽ കിട്ടിയ കമ്പിപ്പാര കൊണ്ട് മുസ്തഫ ഹാജിയുടെ കൈകാലുകൾ തല്ലിയൊടിച്ച് ബാപ്പയെയും കൊണ്ട് ഇരുളിൽ ഓടി മറയുമ്പോൾ അവരുടെ മെഷീൻ ഗണ്ണിൽ നിന്നുള്ള വെടിയുണ്ടകൾ ദേഹമാസകലം തുറച്ചുകയറി 1 മാസത്തോളം ബോധരഹിതനായി മുംബൈയിലെ മെഡിക്കൽ കോളേജിലെ ICUവിൽ കിടന്നു. 2 മാസത്തിന് ശേഷം ഹോസ്പിറ്റൽ വിടുമ്പോൾ ചീഫ് സർജനായ സുനിൽ കുമാർ സിന്റെ പറഞ്ഞതെന്താണെന്നറിയോ? നിന്നെ കൊല്ലാനും സാധനം സാധിക്കില്ല, ദൈവത്തിനല്ലാതെ.